ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പാരന്റ്സ് കോർഡിനേഷൻ ഫോറം കൊല്ലങ്കോട് ടൗണിൽ രക്ഷിതാക്കൾ ധർണ നടത്തി. വിദ്യാർത്ഥികൾക്ക് വെളിച്ചമാവേണ്ട അധ്യാപകർ അവരെ മരണത്തിന്റെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നത് സാക്ഷര കേരളത്തിന് അപമാനമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. നമ്മളെല്ലാവരും പറയും ജാതി എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നിന്ന് തേഞ്ഞു വാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തിരിച്ചു വരില്ല. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റം വന്നു കഴിഞ്ഞു എന്നൊക്കെ കൊട്ടിഘോഷിക്കാറുണ്ട്. നിതിൻ രാജ് പറയുന്ന മെഡിക്കൽ കോളേജില് ഡെന്റൽ കോഴ്സിന് പഠിക്കുന്ന ആ വിദ്യാർത്ഥി ജാതീയമായ അതിക്രൂരമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് സഹിച്ച് ഇനി സഹിക്കാൻ നിവൃത്തിയില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ ആ വിദ്യാർത്ഥി, ആ കൊച്ചു സഹോദരൻ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന്, കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിന് കാരണക്കാരായ ആളുകള് ആ കോളേജിലെ അധ്യാപകർ തന്നെയാണെന്ന് പറയുന്നു. ആ അധ്യാപകരിൽ പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ ഡോക്ടർ റാം എന്നും അതുപോലെ തന്നെ ഒരു അധ്യാപിക ഡോക്ടർ സംഗീത എന്നും പറയുന്നു. റാഗിംഗ് ഇല്ലാതാക്കാൻ കടുത്ത നിയമങ്ങൾ നിലനിൽക്കെ അധ്യാപകരായ ഡോക്ടർമാരാൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ മാനസികമായി തകരുന്നതിന് അറുതി വേണം. നിയമങ്ങൾ കർശനമായി നടപ്പാക്കണം. ഇത്തരം കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുവാൻ പ്രത്യേക കോടതികൾ വേണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. പാരന്റ്സ് കോർഡിനേഷൻ ഫോറം കോർഡിനേറ്റർ എ സാദിഖ്, ആദിവാസി സംരക്ഷണ സംഘം പ്രസിഡന്റ് മാരിയപ്പൻ നീളിപ്പാറ, അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ വിത്തനശ്ശേരി, പാരന്റ്സ് കോർഡിനേഷൻ ഫോറം പ്രസിഡന്റ് സി ആർമുഖൻ, നാടൻപാട്ട് കലാകാരൻ കുമരേഷ് വടവനൂർ, മറ്റു ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.